ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു തേങ്ങ വെച്ചിട്ട് നമുക്ക് ഒരു ബർഫി തയ്യാറാക്കാം. തേങ്ങയും പഞ്ചസാരയും ഇത് രണ്ടും മാത്രമാണ് ഉള്ളത്. പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും. നെയ്യ് വേണ്ടിക്ക് ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ നെയ്യും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട് വേണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പാനിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ളം വറ്റി വരണം. എന്നിട്ടാണ് പഞ്ചസാര ഇട്ടിട്ട് ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കാം. പാന് വെക്കാം. പാന് വെച്ചു. തേങ്ങ ഇടട്ടെ. ബർഫി 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 ബർഫി. അപ്പോൾ നല്ലോണം നമുക്കിനി വെള്ളം വറ്റുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. കളറ് മാറാൻ പാടില്ല. കളറ് മാറിയ എല്ലാം പോയി. പിന്നെ കളറ് മാറാണ്ട് വേണം ഇതാക്കിയെടുക്കാൻ. ആദ്യം കുറച്ച് നല്ല തീയിൽ വെക്കുക, പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിനൊന്ന് ചൂടാക്കി എടുക്കാൻ. ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ച് വെക്കുന്നുണ്ട്. ഇപ്പം നല്ല തീയിലാണുള്ളത്. ഇനി ഞാൻ തീ കുറച്ച് വെക്കുന്നുണ്ട്. ഇനി അധികം തീ പറ്റൂല. അധികം തീ പറ്റിയാൽ തേങ്ങേൻ്റെ കളറ് മാറിപ്പോവും. തേങ്ങേൻ്റെ കളറ് മാറാണ്ടാക്കണം ഇത്. എന്നാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. വേഗം കഴിയുന്ന പരിപാടിയാണ്. ഒരുപാട് നേരമൊന്നും വേണ്ട. ഇത്ര മാത്രമല്ലേ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് വേഗം കഴിയും പരിപാടി. അപ്പം ഞാനിത് നല്ല അടിപൊളിയായിട്ടൊന്ന് വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ട് വരുന്നു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. നല്ലൊരു മണം പൊന്തുന്നുണ്ട്. കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കളറ് മാറല്ല, കളറ് മാറാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രയാണോ മധുരം വേണ്ടത് അത്രയും ഇട്ട് കൊടുത്തോളൂ. ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ, ഒരുപാടൊന്നും ഇടുന്നില്ല. പഞ്ചസാര ആയത് കാരണം ഒരുപാട് മധുരമൊന്നും ഞാൻ ആക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര ഈ തേങ്ങേൻ്റെ അകത്ത് നല്ലോണം ഉരുകി കണ്ടീഷനായിട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. പഞ്ചസാര ഇതിലേക്ക് ഇതാ ഉരുകി എല്ലാം ഇത് നല്ല കണ്ടീഷനായിട്ട് വരണം. അതുവരെയും നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങേൻ്റെ കളറ് മാറാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങേൻ്റെ കളറ് മാറിയാൽ ഇതിൻ്റെ രുചിയെല്ലാം മാറും. എന്നിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ തീ സിമ്മിൽ തന്നെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. തീ കൂട്ടി വെച്ചിട്ടില്ല. അപ്പോൾ നല്ലവണ്ണം ഇളക്കി പഞ്ചസാരയിൽ ഉരുകി വരുന്ന ഒരു ലെവലിൽ നമുക്ക് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നല്ല ഒരു മണവും രുചിയെല്ലാം വരാൻ വേണ്ടിയിട്ട് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാൻ പഞ്ചസാരയും കൂട്ടിയിട്ട് പൊടിച്ചതാണ്.
അതാണത്. എല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ഇതാണ് പരിപാടി. നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ ഇതിൽ തന്നെ എണ്ണ ഇറങ്ങും പോലെ ഇറങ്ങും. ഇത് അധികം മൂക്കാത്ത സൈസ് തേങ്ങയാണ്, ഒരുപാട് മൂത്തിട്ടില്ല. എന്നാലും ചള്ളാന്നോ ചള്ളല്ല എന്തായാലും അങ്ങനത്തെ ഒരു തേങ്ങയാണ്. അപ്പം ഞാനിതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ടാണ് നെയ്യ് ഒഴിക്കുന്നത്, ഇല്ലെങ്കിൽ നെയ്യൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഈ നെയ്യിൻ്റെയും കൂടി രുചിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ ഈ ബർഫി കഴിക്കാൻ തന്നെ. കണ്ടല്ലോ. അപ്പോൾ ഇതായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് ഞാനിതാ ഈ പാത്രത്തിൻ്റെ അകത്താണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചതാണ് പാത്രം. ഒന്ന് നല്ല കണ്ടീഷനായിട്ട് വരട്ടെ. അപ്പോൾ അതിൻ്റെ എല്ലാം രുചിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഇതെല്ലാം ഇടേണ്ടവർക്കിടാം. ഞാനിപ്പോൾ അതൊന്നും ഇടാണ്ടാണ് ആക്കുന്നത്, വെറുതെയാണ് ആക്കുന്നത്. വേറെ ഒരു സാധനം ഞാനിതിൽ ഇടുന്നു ചേർക്കുന്നില്ല. ഒരു ഏലക്കായൻ്റെ പൊടി മാത്രം ഫ്ലേവറിന് ആക്കിയതിന്, വേറെ ഒന്നും ആക്കുന്നില്ല. ഇത് മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ തേങ്ങാ ബർഫി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഏകദേശം ഇത് നമുക്കിങ്ങനെ ആക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫാക്കാം. ഇപ്പം നല്ല കണ്ടീഷനായിട്ട് ഇതാ ഇങ്ങനെ ആക്കുമ്പോൾ ഇതാ ഇങ്ങനെയായി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശമായി. പിന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇങ്ങനെയെല്ലാം കൂടി തട്ടിയാക്കുമ്പോൾ എല്ലാം റെഡിയായ പാകത്തിനായി കഴിഞ്ഞാൽ ഇതായി നഷ്ടം. അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. പാത്രത്തിലേക്ക് തട്ടാം. അപ്പോൾ ചൂടോടെ തന്നെ ഞാനിതാ ഈ പാത്രത്തിലേക്ക് തട്ടുന്നുണ്ട്. അപ്പം ചൂടോടെ തന്നെ അതിനെ ലെവലാക്കി വെക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ചൂട് തണിയുന്നതിലിടക്ക് റെഡിയാക്കിയിട്ടില്ലേ പിന്നെ ആവില്ല നമുക്ക്. ചൂടോടുകൂടി തന്നെ അതിനെ നമുക്ക് പ്രസ് ചെയ്തിട്ട് അവിടെ റെഡിയാക്കാം. അപ്പോൾ ഇത് ഞാൻ ലെവലാക്കിയിട്ട് റെഡിയാക്കട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, തേങ്ങാ ബർഫി ഇതാ ഇവിടെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് മുറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. കുറേ വേണ്ടവർക്ക് കുറേ ആക്കാം. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഓക്കേ.